ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്ന് കോഴിക്കോട് സർവകലാശാലയുടെ മുന്നിൽ കണ്ടത്. SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ABVPയുടെ സെനറ്റ് അംഗങ്ങളെ യോഗത്തിന് പുറത്തു നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ ഉദ്ദേശം ഒരുപക്ഷെ വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. മാത്രമല്ല MSFന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ SFI അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ SFIയുടെ പ്രതിഷേധം തുടങ്ങി അല്പസമയത്തിന് ശേഷം മാത്രമാണ് പോലീസിന് എത്താൻ സാധിച്ചത്. എന്നാൽ പോലീസുകാർ തങ്ങൾക്ക് സാധിക്കുന്ന വിധം SFI പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് അത് മാറുകയായിരുന്നു. മാത്രമല്ല യാതൊരു കാരണവശാലും ABVP അതായത് ഗവർണർ നോമിനേറ്റ് ചെയ്ത ABVP അനുഭവമുള്ള സെനറ്റ് അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു SFIയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ 5 സെനറ്റ് അംഗങ്ങൾക്കാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. മാത്രമായിരുന്നില്ല, ഈ അംഗങ്ങളുടെ അഭാവത്തിൽ സെനറ്റ് യോഗം 30 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അവസാനം പോലീസും SFIയും തമ്മിലുള്ള മൽപ്പിടുത്തം കഴിഞ്ഞപ്പോഴത്തേക്കും സെനറ്റ് യോഗവും പിരിഞ്ഞു. ഈ സമരത്തിനെല്ലാം ശേഷം SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ PM ആർഷോ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിട്ടിരുന്നു. ആ പോസ്റ്റ് ഇപ്രകാരമാണ്: അങ്ങ് പോന്നേക്കെന്ന് മൂത്ത സംഖ്യ പറയുമ്പോൾ ഇടം വലം നോക്കാതെ കുറുവഴി തൂക്കി കേറിപ്പോരാൻ ഇത് നിങ്ങൾ കബഡി നടത്തണ പറമ്പല്ല, യൂണിവേഴ്സിറ്റി സെനറ്റാണ്. ഇതിന്റെ ഗേറ്റ് കടക്കാൻ ശാഖയിൽ നിന്ന് ഏമാന്മാർ സീൽ പതിച്ചു കൊടുത്തുവിട്ട കുറുപ്പടി പോരാ. അതുമായി മിഠായി തെരുവിൽ ചെന്നാൽ നല്ല ഹൽവ കിട്ടും. കടപ്പുറത്തേക്ക് വെച്ച് പിടിച്ച കാറ്റും കൊണ്ട് നുണഞ്ഞിരിക്കാം. ഈ പോസ്റ്റിൽ നിന്നും SFIയുടെ നിലപാട് വ്യക്തമാണ്. SFI കൃത്യമായി തന്നെ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഗവർണർക്കെതിരെ കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഗവർണറെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ വാക്കുകളും ഹൽവയും എല്ലാം തന്നെ ഗവർണർക്കുള്ള താക്കീത് തന്നെയാണ്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SFI ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതിനുശേഷം SFIയെ ഒരു വിദ്യാർത്ഥി സംഘടന പോലുമായി കാണാൻ ഗവർണർ തയ്യാറായിട്ടുമില്ല. അതിനുശേഷമാണ് ഇക്കണ്ട നാടകങ്ങളെല്ലാം തന്നെ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ അരങ്ങേറിയതും. അതിന് തുടർച്ചയാണ് ഇപ്പോൾ ഈ കണ്ട SFIയുടെ പ്രകടനവും. കഴിഞ്ഞ ദിവസം ഗവർണറുടെ നേതൃത്വത്തിൽ ഇതേ സെനറ്റ് യോഗത്തിന് സമാന്തരമായ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അന്ന് ABVPയുടെ അനുഭാവികൾ മാത്രമായിരുന്നു ആ യോഗത്തിൽ പങ്കുചേർന്നത്. ആ യോഗത്തിന് എതിരെ തീർത്തും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 21-ാം തീയതി, അതായത് ഇന്ന് രാവിലെ സെനറ്റ് യോഗം ചേർന്നത്. മാത്രമായിരുന്നില്ല, സെനറ്റ് യോഗം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ SFI വലിയ പ്രതിഷേധത്തിലായതുകൊണ്ട് തന്നെ ഇന്നും പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 8 സെനറ്റ് അംഗങ്ങൾ അതായത് BJPയുടെ അനുഭവമുള്ള 8 സെനറ്റ് അംഗങ്ങൾ ഇന്നലെ മുതലേ VCയോട് കാര്യം പറഞ്ഞതാണ്. VCയോട് കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ VCക്ക് മെയിൽ അയക്കുകയായിരുന്നു എന്നായിരുന്നു സെനറ്റ് അംഗങ്ങളുടെ വാദം. എന്നാൽ VC പറയുന്നത് താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. മാത്രമല്ല, താൻ ഇന്ന് രാവിലെ 9:50 സെനറ്റിന്റെ ഓഫീസിലെത്തുമ്പോഴാണ് ഈ പ്രതിഷേധത്തെ കുറിച്ച് അറിയുന്നതെന്നും താൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് താൻ പോലീസുകാർക്ക് കൈമാറി അവർ അവിടെ നിന്നും എത്താനുള്ള ചെറിയൊരു സമയക്രമത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമായിരുന്നു VCയുടെ വാദം. എന്നാൽ VCക്കെതിരെ ഇതും കൂടി കൂട്ടിയാൽ കനത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. VCക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണർ പങ്കെടുത്ത പൊതുപരിപാടിയിൽ നിന്നും VC വിട്ടുനിന്നത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം SFI സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാനായിട്ട് VCയോട് പറഞ്ഞ സമയത്ത് VC അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നതും വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഈ സെനറ്റ് യോഗം. VC വിളിച്ചു ചേർത്ത ഈ സെനറ്റ് യോഗത്തിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് VCക്ക് അറിയാമായിരുന്നിട്ട് കൂടി VC അതിനുവേണ്ടിയുള്ള പ്രതിവിധികൾ, ഇതിനെ തടയിടാൻ അല്ലെങ്കിൽ പരിഹാരം കാണാനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്.